നമ്മുടെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. ഹലോ ആൻഡ് ഹായ് എവരിവൺ, നമസ്കാരം ആൻഡ് വെൽക്കം ടു റിയാക്ഷൻ ബൈ രഞ്ജുള്ളിക്കൽ. എല്ലാവരും സുഖമായിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഒരുപക്ഷെ ഈ വീഡിയോ നിങ്ങൾ എല്ലാവരും തന്നെ കണ്ടിട്ടുണ്ടാകും. കാരണം ഇത് ബിഗ് ബോസിലെ കഴിഞ്ഞ മുമ്പത്തെ ദിവസം വന്ന എപ്പിസോഡിലെ ഒരു സംഭവമാണ്. ഇത് ഓൾറെഡി ആളുകളൊക്കെ സംസാരിച്ച വിഷയമാണ്. ഒരുപക്ഷെ ഇതിന്റെ റെലവൻസ് കുറഞ്ഞിട്ടുണ്ടാവും. എന്നിരുന്നാൽ തന്നെയും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുള്ളത് കൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് എടുത്തിരിക്കുന്നത്. ഈ സംസാരിച്ച വ്യക്തിയുടെ പേര് ഷാനവാസ് എന്നാണ്. ബിഗ് ബോസ് സീസൺ 7 പാർട്ടിസിപ്പന്റ് ആണ്, കണ്ടസ്റ്റന്റ് ആണ്, മലയാളം സീരിയൽ നടനാണ്. ഈ വ്യക്തി ബിഗ് ബോസിലെ മറ്റൊരു കണ്ടസ്റ്റന്റായ ജസലിന്റെ വസ്ത്രധാരണവുമായിട്ട് ബന്ധപ്പെട്ട് നടത്തിയ ഒരു കമന്ററി, അതാണ് നമ്മൾ റിയാക്ഷൻ എടുത്തിരിക്കുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. അപ്പൊ എന്തായാലും നമുക്ക് ആ വീഡിയോയുടെ ആ ഭാഗം ഒന്ന് കണ്ടതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാം. ജിസൽ, വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവരുടെയും അവകാശം തന്നെയാണ്. പക്ഷേ നമ്മുടെ കേരള സംസ്കാരത്തിൽ ഇതൊരു അരോചകമായിട്ട് തോന്നുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നു. അതുകൊണ്ട് ഒന്ന് ജിസൽ ശ്രദ്ധിക്കണം, അല്ലെ? ജിസൽ ഒന്ന് ശ്രദ്ധിക്കണം വസ്ത്രധാരണം. കാരണം 3 കാര്യങ്ങളുള്ളത്. 1 വസ്ത്രധാരണത്തിലെ സ്വാതന്ത്ര്യം, 2 കേരള സംസ്കാരം, 3 അരോചകം. ഈ 3 കാര്യങ്ങളുമാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. വസ്ത്ര സ്വാതന്ത്ര്യത്തിലേക്ക് ഞാൻ വരാം. കാരണം അദ്ദേഹം സമ്മതിച്ചല്ലോ, വസ്ത്രം സ്വാതന്ത്ര്യം എന്ന് പറയുന്ന എല്ലാവരുടെയും വ്യക്തിപരമായ കാര്യമാണ്. പിന്നെ അതിനകത്ത് എനിക്ക് കൂടുതലൊന്നും പറയാനില്ല. കേരള സംസ്കാരം വസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന ഒരു കാര്യമാണ്. എൻ്റെ ഒരു ചോദ്യം ഇതാണ്, അത് ഷാനവാസിനോടുള്ളതല്ല. ഷാനവാസ് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചിന്താഗതിയുള്ള ഒരു റെപ്രസെന്റേഷൻ മാത്രമാണ്. ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേരെ പ്രതിനിധീകരിക്കുന്ന ഒരു വ്യക്തി മാത്രമാണ് ഷാനവാസ്. അതുകൊണ്ട് വ്യക്തിപരമല്ല, ആശയത്തിനെതിരെയാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ഈ കേരളത്തിന്റെ സംസ്കാരം? നിങ്ങൾ പറയുന്ന കേരളത്തിന്റെ വസ്ത്ര സംസ്കാരം എന്താണ്? ലോകത്തുള്ള ഏത് സംസ്കാരം എടുത്തു നോക്കിയാലും അത് കുറച്ചൊക്കെ സയൻസ് ഒക്കെ പഠിച്ചു പോവാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ഈ സദാചാരവും അതേപോലെയുള്ള മതം ഉണ്ടാക്കി വെച്ചിട്ടുള്ള ചില സാംസ്കാരിക ചിന്തകളും സദാചാര ചിന്തകളൊക്കെ മാറ്റിവെച്ചിട്ട് ശാസ്ത്രീയപരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രത്തിന്റെ പുറകെ സഞ്ചരിച്ചു പോയി കഴിഞ്ഞാൽ അറിയാവുന്ന ചില കാര്യങ്ങളുണ്ട്. നമ്മളുടെ ഈ ലോകത്ത് പറയുന്ന എല്ലാ സംസ്കാരങ്ങളെയും ഉറവിടം ചെന്ന് നിൽക്കും. നിങ്ങൾ ഈ പറഞ്ഞൊരു തനത് സംസ്കാരം, ഇത്തരത്തിൽ ആൾക്കാർ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് തനത് സംസ്കാരം. നമ്മൾ ഈ തനതെന്ന് പറയുന്ന അല്ലെങ്കിൽ ഒറിജിനൽ എന്ന് പറയുന്ന സംഭവം ഈ DNA എടുത്ത് നോക്കിയാൽ എത്തി നിൽക്കുന്നത് ആഫ്രിക്കൻ വനാന്തരങ്ങളിലാണ്. അവിടെ നിന്ന് തുടങ്ങിയ സംസ്കാരം മാത്രമേ മനുഷ്യന്റെ തനതെന്ന് പറയാനുള്ളൂ. മനുഷ്യന് ആത്യന്തികമായിട്ട് കൃഷി തുടങ്ങുന്നതിന് മുമ്പ് ഭക്ഷണം തേടിപ്പോയി കണ്ടുപിടിച്ചിരുന്നവരാണ്. ഹണ്ടർ ഗാദറേഴ്സ് എന്ന് പറയുന്ന ഒരു വിഭാഗമായിരുന്നു മനുഷ്യൻ. കുരങ്ങ് വർഗത്തിൽപ്പെട്ട രോമമില്ലാത്ത ഒരു കുരങ്ങ്. ആ മനുഷ്യൻ ഭക്ഷണം തേടി അലഞ്ഞുപോയി. അത് ചിലപ്പോൾ പഴങ്ങളായിരിക്കാം, അല്ലെങ്കിൽ മൃഗങ്ങളെ വേട്ടയാടുന്നതായിരിക്കാം, അല്ലെങ്കിൽ പുഴയിൽ നിന്നോ കടലിൽ നിന്നോ മീനെ പിടിച്ചിട്ടായിരിക്കാം. അങ്ങനെ ഭക്ഷണം തീരുന്ന മുറക്ക് അവൻ താമസിക്കുന്ന സ്ഥലങ്ങൾ മാറ്റി 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 സഞ്ചരിച്ചു. പ്രധാനമായിട്ടും തീരങ്ങളിലൂടെ സഞ്ചരിച്ചു. അങ്ങനെ ആഫ്രിക്കയിലൂടെ സഞ്ചരിച്ച മനുഷ്യൻ കേരളത്തിന്റെയും അല്ലെങ്കിൽ ഇന്ത്യയുടെയും, നാളെ ഇപ്പം ഇന്ത്യയും കേരളമൊക്കെ ഉള്ളത്, അന്നങ്ങനെ സംഭവമേ ഇല്ല. കരയും കടലും മാത്രമേ ഉള്ളൂ. ആ കരയിലൂടെയൊക്കെ സഞ്ചരിച്ചു പോയ മനുഷ്യൻ ഓരോ സ്ഥലത്ത് സെറ്റിൽ ആയതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ കേരളത്തിലും അല്ലെങ്കിൽ ബാക്കിയുള്ള കുറെ മനുഷ്യര് ഭൂമിയുടെ മറുവശത്തും ഒക്കെ ആയി പോയത്. എല്ലാം ചെന്ന് നിൽക്കുന്നത്, നമ്മുടെ DNA ഒക്കെ ചെന്ന് നിൽക്കുന്നത് ഈ പറയുന്ന ആഫ്രിക്കൻ വനാന്തരങ്ങളിലെ സംസ്കാരത്തിൽ മാത്രമാണ്. പിന്നെ ഏത് തനത് സംസ്കാരത്തെ കുറിച്ചാണ് നിങ്ങൾ സംസാരിക്കുന്നത്? ഇനി കേരളത്തിന്റെ വസ്ത്ര സംസ്കാരം, എവിടെ നിന്ന് വന്ന വസ്ത്ര സംസ്കാരമാണ് കേരളത്തിനുള്ളത്? ഈ പറയുന്ന മുണ്ടും നേരിയതും അല്ലെങ്കിൽ സെറ്റ് മുണ്ടെടുത്ത് നടക്കുന്നതാണോ നിങ്ങളുടെ കേരളത്തിന്റെ തനതായിട്ടുള്ള സംസ്കാരത്തിന്റെ ചിഹ്നം? പക്ഷേ ഏത് കാലം പോലെ അവിടെ നിന്ന് കേരളത്തിലെ ആളുകൾ എല്ലാവരും ഈ സെറ്റും മുണ്ടും ഒക്കെ എടുത്തിറങ്ങാൻ തുടങ്ങിയത്, ഈ സെറ്റ് സാരിയും പട്ടു സാരിയൊക്കെ എടുത്തിറങ്ങാൻ തന്നെ ഏത് കാലഘട്ടത്തിലാണ്? വളരെ ചുരുങ്ങിയ വരേണ്യവർഗത്തിൽപ്പെട്ട ചില ആളുകൾ ചെയ്തിരുന്ന ഒരു കാര്യം അത് മാത്രമാണിത്. അതെങ്ങനെ കിട്ടിയതാ? നമ്മളെ നാട്ടിൽ വല്ല പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു? രാജാക്കന്മാർക്ക് ഇവിടെ ഒരു വലിയ ഇൻഡസ്ട്രി ഒന്നും ഉണ്ടായിരുന്നില്ല. രാജാക്കന്മാരുടെ കാലഘട്ടത്തിൽ ആകെയുള്ള വരുമാനം പ്രജകളുടെ കയ്യിൽ നിന്ന് മേടിക്കുന്ന നികുതി മാത്രമാണ്. പല കാര്യങ്ങൾക്കും ഒരു നികുതി ഉണ്ടാക്കി. ആ കൂട്ടത്തിലൊന്നാണ് വസ്ത്രങ്ങളുടെ മേലുള്ള നികുതി. വസ്ത്രങ്ങൾ ഇവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടായിരുന്നില്ല. ഇതൊക്കെ തമിഴ്നാട്ടിലെ നെയ്ത്ത് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ വരണം. അവിടെയുള്ള രാജാക്കന്മാരുടെ കയ്യിൽ നിന്ന് കാശ് കൂടുതലുള്ള രാജാവ്, എല്ലാ രാജാക്കന്മാരും പണക്കാരായിരുന്നില്ല. കാശ് കൂടുതലുള്ള രാജാവ് നല്ല പട്ടൊക്കെ മേടിക്കും. കാശ് കുറവുള്ള രാജാവ് ഇത്തിരി അത്യാവശ്യം മെച്ചപ്പെട്ട കുറച്ച് കരയൊക്കെയുള്ള പട്ടൊക്കെ മേടിക്കും. സ്വർണത്തിന്റെ കരയും വെള്ളിയുടെ കരയും ഒക്കെയുള്ള പട്ടൊക്കെ മേടിക്കും, അല്ലെങ്കിൽ തുണിയൊക്കെ മേടിക്കും. ഈ മേടിച്ചുകൊണ്ടുവന്ന സാധനം രാജാവിന്റെ മുമ്പിൽ പോയി എന്തെങ്കിലുമൊക്കെ ഒരു സ്തുതിപാഠനം നടത്തി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ രാജാവിനൊന്ന് ഇംപ്രസ് ചെയ്യുന്ന എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞാൽ സമ്മാനമായിട്ട് കൊടുക്കും. നമ്മളിപ്പോൾ പുട്ടും കടല എന്നൊക്കെ പറഞ്ഞ് കളിയാക്കില്ലേ, പട്ടും മുളകിട്ട് കൊടുക്കും. ഈ കിട്ടുന്ന വസ്ത്രം നാട്ടുകാരുടെ മുന്നിലിട്ട് നടക്കുന്ന മേനി നടിപ്പാണ് നിങ്ങൾ ഈ പറയുന്ന സംസ്കാരം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, എല്ലാവർക്കും വസ്ത്രം ധരിക്കാനുള്ള അവകാശമൊന്നും ഉണ്ടായിരുന്നില്ല ഇവിടെ. മാർവർക്കൽ സമരമൊക്കെ നമ്മൾ കേട്ടോ, അതോടെ കിടക്കട്ടെ. ഈ വസ്ത്രം ധരിക്കുന്നതിന് ടാക്സ് കൊടുക്കണമായിരുന്നു ഇവിടെ.
ടാക്സ് എന്ന് പറഞ്ഞാൽ രസകരമായ ടാക്സേഷൻ ആണ്. മീശ വളർത്താൻ ടാക്സ്, മുലക്ക് ടാക്സ്. എന്തിനാണ് എടപ്പള്ളിയിൽ നിന്ന് നടന്ന് തൃപ്പൂണിത്തുറയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടുന്ന് വയറ്റിലേക്ക് അപ്പുറത്തോട്ട് പോയി കഴിഞ്ഞാൽ അവിടെയൊക്കെ കൊടുക്കണം ടാക്സ്. 2 ചക്കയുമായിട്ട് ക്രോസ് ചെയ്യാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ 1 ചക്ക രാജാവിന്റെ കിങ്കരന്മാർക്ക് കൊടുക്കണം. അങ്ങനെ മേടിച്ചെടുത്ത കരങ്ങളിൽ ഒന്നായിരുന്നു ഈ മുകളിൽ മുണ്ടുടുക്കാനുള്ള കരം. താഴെ മുണ്ടെടുക്കാൻ കരം കൊടുക്കണം, മേളിൽ മുണ്ടെടുക്കാൻ കരം കൊടുക്കണം, അത് കൂടുതൽ കരം കൊടുക്കണം. അങ്ങനെ കരം കൊടുത്തിട്ട് മുകളിൽ മുണ്ടിട്ട് കിടക്കുന്നവൻ ആഢ്യനാണെന്നൊരു ചിന്തയുണ്ടായിരുന്നു. അവൻ വലിയ ഉയർന്നവനാണ്, അവന് കാശുണ്ട്, അവന് നല്ല പാങ്ങുണ്ട്, അവൻ നല്ല വലിയ ഉയർന്നവനാ. അതില്ലാത്തവന് മേൽമുണ്ട് ധരിക്കാൻ പറ്റില്ല. രാജാവിന് കരവടച്ചാലല്ലേ മുകളിലത്തെ വസ്ത്രം ധരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അവനതില്ലാതെ നടക്കും. ഈ മേൽമുണ്ട് ധരിച്ച് നടന്ന ആഢ്യൻ എന്തെങ്കിലും ദാരിദ്ര്യത്തിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെയും മുണ്ടെടുത്ത് നടക്കാൻ പറ്റില്ല. കാര്യം എന്താ പറയുക, കരമടക്കണം ഈ സംഭവം എടുത്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ. അപ്പോൾ പുറത്തിറങ്ങിയ ആൾക്കാർ കളിയാക്കും, ഏത് ഇത്രയും നാളും വലിയ മേനടിച്ച് മുണ്ടെടുത്ത് നടന്നതാണ്, ഇപ്പം അതാണ്ട് മുണ്ടുമില്ല, ഒന്നുമില്ല. അപ്പോഴാണ് നമുക്ക് വസ്ത്രം എന്ന് പറയുന്നത് ഒരു ആക്ഷേപത്തിന്റെ ഭാഗത്തേക്ക് വന്നത്. അങ്ങനെ മേൽമുണ്ടില്ലാതെ ഇറങ്ങിക്കഴിഞ്ഞാൽ ആക്ഷേപമായി തീർന്നപ്പോഴാണ്. ഇനി രാജാവിനെ പറ്റിച്ചിട്ട് വഴിയിലൂടെ നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പരസ്യമായിട്ട് ഈ മുണ്ട് ഉരുമാറ്റും. അപ്പൊ നമുക്ക് വസ്ത്രാക്ഷേപമൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങി. അപ്പോഴീ സാധാരണക്കാരൊക്കെ മേൽമുണ്ട് ധരിക്കാൻ പറ്റാത്തവര്, അല്ലെങ്കിൽ ഒരു മുഴം മുണ്ട് തോർത്തും ചുറ്റി നടന്നിരുന്ന ആളുകൾ ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ. അവരാണ് ഭൂരിഭാഗം വരുന്ന ആളുകളും. കൃഷിക്കാര്, ഇവിടെ അടിയാളന്മാരായിട്ടുണ്ടായിരുന്നു, അടിമകളായിട്ടുണ്ടായിരുന്നവര്, സാധാരണ ജോലി ജീവിച്ചിരുന്ന ഇവരാരും സെറ്റ് സാരിയും മുണ്ടും ഉടുത്ത് നടന്ന സംസ്കാരത്തിന്റെ ഭാഗമേ ആയിരുന്നില്ല. രാജാവിന്റെ കൂടെ നിന്നൊരു രാജാവിന് കരമടക്കാൻ കഴിയുന്നവർക്ക് മാത്രം ഉണ്ടായിരുന്ന ഒരു പ്രിവിലേജ്. അതും ഈ പറയുന്ന പോലെ കേരളത്തിലുണ്ടാക്കിയ വസ്ത്രമൊന്നും ആയിരുന്നില്ല. ഈ പറയുന്ന എവിടെയെങ്കിലുമൊക്കെ മറ്റു വേറെ രാജ്യങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരണം. അവിടെയുള്ള ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന, നെയ്ത്ത് ഗ്രാമങ്ങളിൽ ഉണ്ടാക്കുന്ന സംഭവം ഇങ്ങോട്ട് കാശ് കൊടുത്ത് മേടിച്ചിട്ടുള്ളത് കേരളത്തിലേക്ക് എത്താനായിട്ട്. അങ്ങനെ തനത് സംസ്കാരം പറഞ്ഞു പോകണമെങ്കിൽ നമ്മൾ മരവുരും മാന്തോലും കൊടുത്ത് കിടക്കണം. കാരണം മനുഷ്യന് ആദ്യത്തെ പ്രശ്നം തണുപ്പായിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, രോമമില്ലാത്ത കുരങ്ങനായിരുന്നു മനുഷ്യൻ. തണുപ്പിൽ നിന്ന് രക്ഷ നേടാനായിട്ട് അവിടെ ഉണ്ടായിരുന്ന മരത്തിന്റെ തൊലിയോ അല്ലെങ്കിൽ കുറച്ച് മുന്നേ കൊന്നു തിന്ന, അല്ലെങ്കിൽ കുറച്ചാൾക്ക് മുമ്പേ കൊന്നു തിന്ന മാനിന്റെയോ മൃഗങ്ങളുടെയൊക്കെ തോലുണ്ടാവും, അതെടുത്ത് ചുറ്റി ഉണ്ടാക്കിയതാണ് വസ്ത്രം. അപ്പൊ തനിമയെ നശിച്ചുപോയ നമ്മളിന് മരവുരിയും മാന്തോലും എടുത്ത് നടക്കേണ്ടി വരും. അവിടെ നിന്നൊക്കെ ഇങ്ങോട്ട് വളർന്ന് കാലം പോന്നു. ഈ പറയുന്ന സെറ്റ് സാരിയും സെറ്റ് മുണ്ടൊക്കെ ആളുകൾ എപ്പോഴും കൊടുക്കാൻ തുടങ്ങിയത് വളരെ കുറച്ച് കാലമായിട്ടുള്ളൂ, ഒരു 100 വർഷത്തിൽ താഴെ ആയിട്ടുള്ളൂ. അതിനപ്പുറത്തേക്കില്ല ഈ പറയുന്ന സംസ്കാരം. മനുഷ്യനുള്ളിൽ കുലസ്ത്രീ ബോധം ഉണ്ടായത് എപ്പോഴാ? ഈ സ്ത്രീകളുടെ ഇടയിൽ. ഇതുപോലെ കരം കൊടുക്കുന്ന, അല്ലെങ്കിൽ രാജാവ് സമ്മാനം കൊടുക്കുന്നതുമായിട്ടുള്ള പട്ട് സാരി എന്ന് പറയുന്ന സംഭവം എനിക്കും മേടിക്കാൻ ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ ഞാനും കുലസ്ത്രീയായി എന്നൊരു ബോധ്യമുണ്ടായി. അങ്ങനെ വന്ന ഒരു വാനിറ്റി തിങ്കിങ്, അത് മാത്രമാണ് ഈ കുലസ്ത്രീ ബോധം. സാരി ഉടുത്തു കഴിഞ്ഞാൽ കുലസ്ത്രീയായി എന്നുള്ളൊരു ബോധ്യം വരുന്നത്. അത്രയേ ഉള്ളൂ. ഈ വസ്ത്രവും സംസ്കാരവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യം ഇസ് ജസ്റ്റ് എ വാനിറ്റി തിങ്കിങ്. കാലം ഓടുന്നതനുസരിച്ച് അത് മാറിക്കൊണ്ടിരിക്കും. ഇപ്പൊ ഈ നവംബർ 1-ാം തീയതി അല്ലെങ്കിൽ കേരളത്തിലേക്ക് എല്ലാവരും സെറ്റ് സാരി കൊടുത്ത് ഇറങ്ങുന്ന സംഭവം തന്നെ വന്നത് എനിക്ക് തോന്നുന്നത് ഈ കോളേജിൽ നിന്നും പരിഷ്കാരമായിട്ടാണ്. ആഘോഷങ്ങളുടെ ഭാഗമായിട്ട് ആഘോഷ ആൾക്കാർ ഈ മുണ്ടും ജുബയും അല്ലെങ്കിൽ സെറ്റ് സാരി കൊടുത്തു വന്നു. അത് പിന്നീട് ആ ഒരു തലമുറ ഓഫീസിലെത്തി അവിടെയും ഓണാഘോഷങ്ങളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞപ്പോഴാണ് ആളുകളൊക്കെ വളരെ കോമൺ ആയിട്ട് ഇതൊക്കെ കൊടുത്തു നടക്കാൻ തുടങ്ങിയത്. എൻ്റെയൊക്കെ ഒരു കാലഘട്ടത്തിൽ ഞാൻ കണ്ടിട്ടില്ല എല്ലാവരും ദിവസം ഓണത്തിൻ്റെ അന്ന് പോലും ഈ സെറ്റ് സാരി കൊടുത്തു നടക്കുന്നത്. ഈ പറയുന്ന വിദ്വാൻ ഇട്ടിരിക്കുന്ന ഡ്രസ്സ് എന്താ, ഒരു ടീഷർട്ട്, ഒരു ഷോർട്സും. അത് കാണുന്നവർക്കാർക്കും ഈ അരോചകത്വം തോന്നുന്നില്ല. എന്താ തോന്നാത്തത്? കാരണം ഈ പറയുന്ന സംസ്കാരവും ഈ സദാചാരവും ഒക്കെ പെണ്ണിന്റെ തലയിലിരിക്കുന്ന സാധനം അവരുടെ തലയിലാണ് നമ്മൾ വെച്ചു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇയാൾക്ക് ഷോർട്സ് ഇട്ടിരിക്കാം, ഒരു അരോചകത്വം നമുക്ക് തോന്നില്ല. ഈ അരോചകത്തെക്കുറിച്ച് വരുമ്പോൾ എൻ്റെ മനസ്സിൽ ഓർമ്മ സംഭവം, ഒരു ഞങ്ങളുടെ പള്ളിയിൽ ഒരിക്കലും ഒരു അച്ഛൻ 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി ഒരു സ്ലീവ്ലെസ് ഡ്രസ്സ് ഇട്ടിട്ട് വന്നു. അപ്പോൾ അച്ഛൻ പറഞ്ഞത് ആ കുട്ടി ആളുകൾക്ക് ഉതപ്പുണ്ടാക്കുന്നു എന്നാണ്. ബൈബിളിൽ ഒരു പ്രയോഗമുണ്ട്, ഈ ഉതപ്പുണ്ടാക്കുന്നവരെ തിരികല്ലി കെട്ടി കടലിലെറിയണം. തിരികല്ലെന്ന് പറഞ്ഞാൽ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത് നാട്ടിലെ ഈ ആട്ടുകല അരകലൊക്കെ ഇട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റിയ സാധനം. അത് കെട്ടി കടലിലെറിയണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ ശവം പോലും പൊങ്ങി വരാൻ പാടില്ല എന്നുള്ളതാണ്. 6-ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിയുടെ സ്ലീവ്ലെസ് കണ്ടിട്ട് ഉതപ്പ് തോന്നി അച്ഛനെ. അപ്പം അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ഈ ഇടവകയ്ക്ക് വേണം, ഇവിടെ നിന്ന് എങ്ങും പോകരുത് അച്ഛൻ. പ്രത്യേകിച്ച് പുറം രാജ്യങ്ങളിലേക്ക് പോകാനേ പാടില്ല. കാരണം ഞാൻ പുറം രാജ്യങ്ങളിലേക്ക് പോകുമ്പോൾ പള്ളിയിൽ ചെല്ലുമ്പോൾ അവിടെയുള്ള കുട്ടികൾ ഷോർട്സ് അല്ല, കോട്ട്സ് എന്ന് പറയാം, നമുക്ക് ക്വാർട്ടേഴ്സ് ഒന്നും അങ്ങനെ എന്നിട്ടല്ല പറയുന്നത്. ചെറിയ ഷോർട്സിനേക്കാളും ചെറിയ ഡ്രസ്സ് ഇട്ടിട്ട് പള്ളിയിൽ വരുന്നത്. ആണുങ്ങളും പെണ്ണുങ്ങളും ഇപ്പോഴും നമ്മുടെ നാട്ടിലെ പള്ളികളിലൊക്കെ വേറെ വേറെ സ്ഥലത്തായിരിക്കുന്നത്, 2 സ്ഥലങ്ങളായിട്ട് ഇരിക്കുന്നത്. പക്ഷെ അവിടെ ഞാനിരിക്കുന്നിടത്ത് ചിലപ്പോൾ തൊട്ടടുത്തൊരു പെണ്ണ് വന്നിരിക്കും. സ്ഥലമുണ്ടെങ്കിൽ സ്ഥലമുള്ളവിടത്തോളം ആൾക്കാർ വന്നിരിക്കും. ഈ ചെറിയ കുട്ടിക്കുപ്പായി ഇട്ടൊരു പെണ്ണ് അടുത്ത് വന്നിരിക്കുമ്പോൾ എൻ്റെ ഭക്തിയോട് ഒലിച്ചു പോയി ഞാൻ എന്ത് ചെയ്യും? അതെൻ്റെ കാര്യം പോട്ടെ. കുർബാന എങ്ങനെ ഈ അച്ഛനാണ് ചൊല്ലുന്നതെങ്കിലും അച്ഛൻ്റെ അവസ്ഥ എന്തായിരിക്കും? ഇതൊക്കെ കണ്ടിട്ട് അച്ഛൻ്റെ ഉള്ള കൺട്രോൾ മൊത്തം പോകില്ലേ? അപ്പോൾ അതുകൊണ്ട് അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ ദയവേത് പോകരുത്, അച്ഛൻ ഇവിടെ തന്നെ നിന്നാൽ മതി എന്ന് പറഞ്ഞു. അത് കാരണം നിങ്ങളുടെ കണ്ണിലാണ് ഈ അരോചകത്വം എന്ന് പറഞ്ഞ് സംഭവിക്കുന്നത്, കാണുന്നവൻ്റെ കണ്ണിലാണ്. അത്യാവശ്യം സാമാന്യ വിഷയത്തിൽ കുറച്ച് ബോധമുള്ളവൻ, ഒരാൾ കംഫർട്ടബിളായ ഡ്രസ്സാണ് ധരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധമുള്ള, നിങ്ങൾ പറഞ്ഞല്ലോ വസ്ത്ര സ്വാതന്ത്ര്യം എല്ലാവർക്കും ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങളെന്ന് വിചാരിക്കുന്ന പർദ്ദയാണെന്നോ? അതാണോ
ധരിച്ചുകൊണ്ട് നടക്കുന്ന സാംസ്കാരിക ജനം. പർദ്ദ പോലും ഇവിടെ അറബികൾ വന്നതിന് ശേഷം ഉണ്ടായിട്ടുള്ള ഒരു ഡെവലപ്മെൻ്റ് ആണ്, അല്ലാതെ അതും കേരളത്തിൻ്റെ തനതായ സംഭവങ്ങളൊന്നുമല്ല. കഴിഞ്ഞ ദിവസം ഈ നിർമ്മാതാക്കളുടെ സംഘടനകളുടെ എന്തൊരു മീറ്റിങ്ങുള്ള സമയത്ത് നിർമ്മാതാവായിട്ടുള്ള ലേഡിയുടെ പേരെന്താണ്, സാന്ദ്ര തോമസ് പോയത് പറഞ്ഞിട്ടുണ്ട്. കാരണം ഇതിനു മുന്നേ പോയപ്പോൾ ആ പെണ്ണ് ധരിച്ചിരിക്കുന്നതിൻ്റെ ഡ്രസ്സിൻ്റെ വിടവിലൂടെ കാണാൻ പറ്റുന്ന ദൃശ്യങ്ങളാണ് അവിടെ ഉണ്ടായിരുന്ന ആളുകൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. ഷോർട്സ് ഒന്നും അല്ലട്ടോ അവരിട്ടിട്ട് പോയത്. ചെറിയൊരു വിടവ് കണ്ടാൽ മതി. പണ്ട് ഞാനൊരു പുസ്തകത്തിലോ ഒരു വാരികയിലോ വായിച്ചാണ്, ഒരു സ്ലിറ്റ് ഒന്ന് മാറാൻ കാത്തിരിക്കുന്ന ആളുകളുടെ ഇടയിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത്. ചുരിദാറാണ്, അല്ലാതെ വേറെ ഡ്രസ്സൊന്നുമല്ല. ചുരിദാർ എന്ന് പറയുന്നതും ഈ പറയുന്നത് ഇപ്പോൾ കുലസ്ത്രീകളുടെയൊക്കെ ഭാഗമായിട്ട് വന്നിട്ടുണ്ട്. മുമ്പ് അതും ഉണ്ടായിരുന്നില്ല കേട്ടോ. എൻ്റെ മമ്മി ചുരിദാർ ഇട്ട് കിടക്കുന്ന സമയത്ത് ആളുകൾ മമ്മിയൊക്കെ വിമർശിച്ചിട്ടുണ്ട്, സാരി എടുത്ത് കടന്നൂടെ എന്നൊക്കെ ചോദിച്ചിട്ട്. ചുരിദാർ ഇടുന്നത് തന്നെ ആളുകൾ എന്തൊരു പരിഷ്കാരമാണത്. സ്കൂളുകളിൽ ചുരിദാർ ഇടാൻ പറഞ്ഞൊരു സമയത്ത് തന്നെ എന്തൊക്കെ ഇവിടെ ചർച്ച ഉണ്ടായെന്നറിയാമോ? സ്കൂളുകളിൽ ചുരിദാർ ഇട്ട് ടീച്ചർമാർ വന്നാലുള്ള കാര്യത്തെക്കുറിച്ച്. നമ്മളുടെ സംസ്കാരം അങ്ങനെ ഇടിഞ്ഞു പോകുന്നതായിരുന്നു നമ്മളുടെ വിചാരം. ആ ചുരിദാറിൻ്റെ സ്ലിറ്റ് ഒന്ന് നീങ്ങാൻ കാത്തിരിക്കുന്നവരുടെ സമൂഹത്തെക്കുറിച്ച് ഒരു ലേഖനം ഞാൻ വായിച്ചിട്ടുണ്ട്, പണ്ട് വായിച്ചിട്ടുള്ളതാണ്. കാണുന്നവരാണ് ഈ പ്രശ്നം, അവരാണ് ഈ വിടവുണ്ടോ ചാൻസ് ഉണ്ടോ അങ്ങനെ നോക്കുകയും മാറിയിരുന്നിട്ട് അരോചകമാണെന്ന് പറയുകയും ചെയ്യുന്നത്. ഷാനവാസിനെ പോലുള്ള ഒരു പ്രതിനിധിക്കുന്നത്, അല്ലെങ്കിൽ ഷാനവാസ് എന്ന് പറയുന്ന ഒരു ചിന്ത എന്ന് പറയുന്നത് അരോചകമാകുന്നത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന ചിന്താഗതി കൊണ്ടാണ്, അല്ലാതെ വസ്ത്രം ധരിച്ചു വരുന്ന ആളിൻ്റെ പ്രശ്നമേ അല്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയുന്നത്. പലരും പറയാറുണ്ട് അവർക്ക് വസ്ത്രം അങ്ങനെ ധരിക്കാൻ നോക്കുന്നതാണ് പ്രശ്നം. നോക്കുന്നത് തന്നെയാണ് പ്രശ്നം. ഒരാൾ കംഫർട്ടബിളായ ഒരു ഡ്രസ്സ് ഇട്ട് ധരിക്കുമ്പോൾ അയാളെ സ്റ്റെയർ ചെയ്യുന്നത് തന്നെയാണ് പ്രശ്നം. എന്തായാലും ഇത് അവസാനിപ്പിക്കുന്നതിന് മുമ്പ് ഞാൻ ഈ പുള്ളിക്കാരൻ BB7 വരുന്നതിന് മുമ്പ് ഒരു ഇൻ്റർവ്യൂ ഉണ്ട്. ഇൻ്റർവ്യൂവിൽ ഒരു ഭാഗം ഒന്ന് പ്ലേ ചെയ്യാം. ഞാൻ ഇൻഡസ്ട്രിയിൽ വന്നപ്പോൾ ഓഡിയൻസിന് കൊടുത്തൊരു സാധനമുണ്ട്. അതുവരെ ഈ ഹീറോയിനിസം ഉണ്ടായിരുന്ന സീരിയൽസിൽ ഒരു ഹീറോയിസം കൊടുക്കാൻ എന്നെക്കൊണ്ട് കഴിഞ്ഞു രുദ്രൻ എന്ന കഥാപാത്രത്തിലൂടെ എന്നാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് തന്നെ വാഴയാകാൻ എനിക്ക് ഉദ്ദേശമില്ല. വാഴയിലേക്ക് ഞാൻ വരാം. ഹീറോയിനിസം എന്ന വാക്കുകൾ ഉപയോഗിച്ചെനിക്ക് സന്തോഷമുണ്ട്. കാരണം ഇതുവരെയും സിനിമകളിലോ സീരിയൽ രംഗത്തോ കേൾക്കാത്തൊരു വാക്കാണ്. നമുക്ക് ഹീറോയിസം മാത്രമല്ല, ആ ഹീറോയിസം വളർന്ന് കട്ട ഹീറോയിസം വരെ ആയിട്ടുണ്ട്. പക്ഷേ ഹീറോയിനിസം നമ്മൾക്ക് ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രയോഗം തന്നെ ഉണ്ടായിട്ടില്ല. ഇപ്പം അങ്ങനെ ഉപയോഗിച്ചതിൽ വളരെയധികം സന്തോഷം. ഇപ്പോൾ നിങ്ങൾ പറഞ്ഞു വരുന്നത് മലയാള സീരിയലിലാണ് ഹീറോയിനിസം ഉണ്ടായിരുന്നത്. ഇപ്പം ഞാനിവിടെ ഹീറോയിസം ഉണ്ടാക്കി. അതൊരു വലിയ കാര്യമായിട്ടാണ് നിങ്ങൾ പറയുന്നത്. അവിടെ തന്നെയുണ്ട് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുന്ന എന്താണെന്നുള്ളത്. ഞാനത് ഇനി വിശദീകരിച്ച് സമയം കളയുന്നില്ല. നിങ്ങൾ ഏറ്റവും ദിവസം പറഞ്ഞ വാക്ക്, അതുകൊണ്ട് ഞാനൊരു വാഴയാകാൻ ഉദ്ദേശിക്കുന്നില്ല. നിങ്ങളൊരു വാഴയായി കഴിഞ്ഞു. മീശ പിരിക്കുന്നതോ അല്ലെങ്കിൽ പഞ്ച് ഡയലോഗ് പറയുന്നതോ സീരിയലിലും സിനിമയിലും ഹീറോയിസം കാണിക്കുന്നതോ അല്ല. നിങ്ങളുടെ ചിന്താഗതിയാണ് നിങ്ങളെ ഹീറോ ആക്കുന്നത്. അത് വളരെ മനോഹരമായിട്ട് AG ഗാർഡിനറുടെ റൂൾ ഓഫ് ദ റോഡ് എന്ന് പറഞ്ഞൊരു എസ്സേയിലുണ്ട്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ പാരഗ്രാഫ് അങ്ങനെയാണ് തീരുന്നത്. ഈ ഹീറോയിസം എന്ന് പറയുന്നത് ഇങ്ങനെ കാണിക്കുന്നതിലല്ല, ഇറ്റ്സ് ഇൻ സ്മോൾ തിങ്സ്. ചെറിയ കാര്യങ്ങളിലാണ് നമ്മൾ ഹീറോ എത്തിയിരുന്നത്. നിങ്ങളുടെ ചിന്തയിലാണ് നിങ്ങൾ വാഴയാണോ അല്ലെങ്കിൽ അല്ല എന്ന് തീരുമാനിക്കുന്നത്. ഈ 18ാം നൂറ്റാണ്ടിൽ ചിന്താഗതിയുമായി നിൽക്കുന്ന നിങ്ങൾ സത്യത്തിൽ വെറും വാഴയല്ല, മരവാഴയാണ്. എന്താണ് ഈ വിഷയത്തിൽ പ്രേക്ഷകർക്ക് പറയാനുള്ളത്? അത് കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. മറ്റൊരു പ്രതികരണം നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.